ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്മസ് തിരുനാളിന്റെ ഒരുക്കത്തിന്റെ പാതിവഴി നമ്മൾ ഇന്ന് പിന്നിടുകയാണ്. ഈ പാതിവഴി പിന്നിടുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ക്രിസ്തുവിനോട് എത്രമാത്രം അടുത്തു? ഇന്ന് വിചിന്തനത്തിനായി തന്നിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. രക്ഷകനായ യേശുവിന്റെ ജനനത്തിൽ പരിശുദ്ധ മറിയത്തോടൊപ്പം നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ യോസേപ്പ് പിതാവ്. സ്വപ്നത്തിലൂടെ ലഭിച്ച ദൈവഹിതം പൂർണ്ണമായ സമർപ്പണത്തിലൂടെ യോസേപ്പ് പിതാവ് നിർവഹിച്ചുകൊണ്ട് രക്ഷാകര പദ്ധതിയോട് പൂർണ്ണമായി ചേർന്ന് നിന്നു. ഗർഭിണിയായ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാനുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. ദൈവത്തിന്റെ ദൂത് ഒരു സ്വപ്നം കണക്കെ ലഭിക്കുകയാണ്. സ്വപ്നത്തിൽ ദൂതൻ ഇപ്രകാരം പറയുകയാണ്: നീ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇതിനാൽ തന്നെ നീ അവളുടെ സംരക്ഷകനായി തീരണമെന്ന് ദൂതൻ സന്ദേശം നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഒരു സ്വപ്നം പോലും ഒരു ദൂത് കൈമാറുന്നതിനുള്ള ദൈവത്തിന്റെ മാധ്യമമായി മാറുന്നു. നാം ഒന്നിനെയും വില കുറച്ച് കാണരുത്. ദൈവത്തിന്റെ സന്ദേശം കൈമാറാൻ ഏത് മാധ്യമവും ഉപയോഗിക്കാം. വചനത്തിൽ നമ്മൾ വായിക്കുന്നു: ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളും ദൈവേഷ്ടപ്രകാരം നാം നിർവഹിക്കണമെന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗം നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുക വളരെ പ്രയാസമേറിയ ഒന്നാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ദൈവേഷ്ടപ്രകാരം തന്റെ ജീവിതത്തെ സമർപ്പിച്ച്, അതുപോലെ നാമും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവേഷ്ടം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരവും അനുഗ്രഹപ്രദവുമായി തീരും. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിലെ പ്രത്യേകത, അദ്ദേഹം നീതിമാനായ മനുഷ്യനായിരുന്നു. യോസേപ്പ് പിതാവും പരിശുദ്ധ മറിയവും ക്രിസ്തു അടങ്ങിയ കുടുംബത്തെ തിരുക്കുടുംബം എന്ന് ലോകം വിശേഷിപ്പിക്കുന്നു. ദൈവസ്നേഹവും പരസ്നേഹവും തുല്യമായി സമ്മേളിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് വിശുദ്ധ യോസേപ്പ് പിതാവിനെ വചനത്തിൽ നമ്മൾ കാണുന്നത്. സ്നേഹമുള്ളവരെ, ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാതൃക നാം ജീവിതത്തിൽ പകർത്തുവാനും ഉൾക്കൊള്ളുവാനുമുള്ള നാളുകളാണ്. ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാകുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കണം. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവത്തിന്റെ വെറുമൊരു അനുസ്മരണയല്ല, ഒരാഘോഷവുമല്ല. മറിച്ച് ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറേണ്ട ഒരു സത്യമാണ്. ഓരോ പ്രഭാതത്തിലും ക്രിസ്തു നമ്മളിൽ ജനിക്കണം. കാലിത്തൊഴുത്തോളം ചെറുതായി ക്രിസ്തുവിന് ജനിക്കുവാൻ നാം ഓരോരുത്തരും നമ്മെ പരുവപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്മസിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ ക്രിസ്തുവിനെ നൽകാൻ സാധിക്കൂ. ഇല്ല എങ്കിൽ എല്ലാം ആഘോഷങ്ങളായി തന്നെ നിലനിൽക്കും. രക്ഷകന്റെ വരവിനായി ഒരുങ്ങുന്ന ഏവർക്കും ക്രിസ്മസിന്റെ മംഗളാശംസകൾ.